ഹർഷൻ, അർജുൻ കൂടിയുണ്ട് നമുക്കൊപ്പം. അർജുൻ ഉള്ളത് കാര്യവട്ടത്ത് നിന്നാണ്. അർജുൻ, ഇപ്പോൾ ശ്രീകാര്യം പോലും എത്തിയിട്ടില്ല ഈ വിലാപയാത്ര. അത്രമേൽ ആളുകളാണ്, ആൾക്കൂട്ടമാണ്. അതിനിടയിൽ നിന്നും വളരെ പതിയെ മാത്രമേ ആ വാഹനത്തിന്, ആ വിലാപയാത്ര വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നുള്ളൂ. കൂടി നിൽക്കുന്നവർക്ക് പലർക്കും, പകുതിയിലധികം പേർക്കും അദ്ദേഹത്തെ ഒരു നോട്ടമെങ്കിലും കാണാൻ പറ്റിയോ എന്ന കാര്യം പോലും സംശയമാണ്. അത്ര ജനത്തിരക്കാണ്. കാര്യവട്ടത്തെ കാഴ്ചകൾ എങ്ങനെ? കാര്യവട്ടത്തും സ്ഥിതി വ്യത്യസ്തമല്ല സേതു. സെക്രട്ടേറിയറ്റിൽ നിന്ന് കാര്യവട്ടത്ത് ഏകദേശം 12 കിലോമീറ്ററോളമാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, 6:15 4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും 12 കിലോമീറ്റർ പോലും കടക്കാൻ കഴിഞ്ഞിട്ടില്ല VS-ന്റെ ഈ അന്ത്യയാത്രയ്ക്ക് എന്ന് പറയേണ്ടി വരും. കാര്യവട്ടത്തെ കാഴ്ച കാണാം. 2 സ്ഥലങ്ങളിലുമായും ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. VS-നെ ഏറ്റവും ഒടുവിൽ ഒരു നോക്കുകൂടി കണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി തിരക്കാണ് ഈ റോഡിൻ്റെ 2 വശങ്ങളിലുമായി കാണുന്നത്. നമ്മൾ നേരത്തെ എത്തിയതാണ് ഇവിടെ. ആ സമയം തൊട്ട് ആളുകൾ VS-ന് വേണ്ടി കാത്തിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നതിന്. തൊട്ടപ്പുറത്ത് കഴക്കൂട്ടമുണ്ട്. കഴക്കൂട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോയി നോക്കിയതാണ്. കഴക്കൂട്ടത്തെ കാഴ്ച ഇതിനേക്കാളൊക്കെ വലുതാണ്. അത്രയും വലിയ ജനസാഗരം കഴക്കൂട്ടത്ത് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അതേ സമയത്ത് ഇങ്ങോട്ടത്തേക്ക് ശ്രീകാര്യത്തേക്ക് പോലും എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് കഴക്കൂട്ടം വരെ എത്താൻ ഇനി 1 മണിക്കൂറെങ്കിലും എടുക്കും. അത്രയും സമയം പിന്നിട്ട് അപ്പോഴേക്കും വലിയ ജനസാഗരം കഴക്കൂട്ടം ജംഗ്ഷനിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇങ്ങനെ ഒരു യാത്രാമൊഴി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അത്രയും നീണ്ടു നിൽക്കുന്ന ജനങ്ങളുടെ നിര ഇവിടെ കാണാൻ കഴിയും. കുറെ നേരമായിട്ട് കാത്തിരിക്കുകയായിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണ് VS ഇല്ല എന്നതിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? നമ്മുടെ ഏറ്റവും മഹാനായ മാർക്സിസ്റ്റ് പാർട്ടിയെ പടുത്തുയർത്തിയ ഒരു വലിയ നേതാവായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പുതുതലമുറയെ വാർത്തു വെച്ചിട്ട് തന്നെയാണ് മടങ്ങിപ്പോകുന്നത് എന്നുള്ളൊരു ഇതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പാർട്ടി തകരാത്ത രീതിക്ക് ഒരു തലമുറയെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് അദ്ദേഹം വിടവാങ്ങിയത്. എന്തായാലും വലിയൊരു നഷ്ടമാണ്. എങ്ങനെയാണ് VS-നെ എങ്ങനെയാണ് ഓർക്കുന്നത്? VS നമ്മളെ മനസ്സിന് പോയിട്ടില്ല. ജീവിതകാലം വരെ നമ്മൾ ഉള്ള കാലം വരെ മനസ്സിൽ തന്നെ ഉണ്ട്, നമ്മൾ കൂടെ ഉണ്ട്. അവർക്ക് നമ്മളെ കൈ വിട്ടു പോകില്ല. വരും തലമുറയ്ക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് VS. കുറേ കാലമായിട്ട് VS-നെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എങ്ങനെയാണ് VS-നെ കുറിച്ചുള്ളൊരു ഓർമ്മയൊക്കെ എന്താണ്? നമ്മുടെ നല്ലൊരു സഖാവ്, പാർട്ടിയിലെ സ്വന്തം ഞങ്ങളുടെ കാരണവർ. പണ്ട് ഈ പ്രസംഗം കേൾക്കാനൊക്കെ പോയിട്ടുണ്ടോ VS-ന്റെ? പോയിട്ടുണ്ട്. നല്ല പ്രസംഗമാണ്, നല്ലൊരു സഖാവാണ്, നല്ലൊരു നേതാവിനെ നമുക്ക് നഷ്ടപ്പെടും. അവസാനമായിട്ടൊരു നോക്കൂടെ കാണാൻ വേണ്ടി വന്നതായിരിക്കും. എങ്ങനെയാണ് VS-നെ എങ്ങനെയാണ് ഓർക്കുന്നത്? 60 വയസ്സുകാലം മുതലേ വീട്ടുകാർ പറഞ്ഞു കേട്ടതാണ്. നല്ലൊരു മുഖ്യമന്ത്രി, നല്ല പച്ചയായ ഒരു മനുഷ്യനാണ്. നല്ല VS-ന്റെ പഴയ പ്രസംഗമൊക്കെ കേൾക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇഷ്ടമാണ് നല്ലൊരു വ്യക്തിയാണ്. VS-നെ കുറിച്ചൊക്കെ അറിയുന്നത് എങ്ങനെയാണ്? വീട്ടിൽ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള അറിവേ ഉള്ളൂ, അല്ലാതെ പ്രസംഗമൊന്നും കേൾക്കാൻ അങ്ങനെ പഠിച്ചു. എങ്ങനെയാണ് VS എന്ന് പറഞ്ഞാൽ എന്താണ് മോൾക്ക്? എനിക്ക് പക്ഷെ ഇങ്ങനെ ഇത് ന്യൂസ് കേട്ടപ്പോൾ സങ്കടം തോന്നിയായിരുന്നു. അങ്ങനെ പല ആളുകൾ പലതരത്തിൽ VS-നെ അടയാളപ്പെടുത്തുന്നുണ്ട്. പല മനുഷ്യർക്കും ഓരോ തരത്തിൽ VS ഉണ്ട്. ആ വരി അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്രയും കൂടുതൽ ആളുകൾ ഇതിനോടകം തന്നെ, അതായത് ഇത് ഒരു 2 മണിക്കൂറോളമായി ഇവിടെയുള്ള കാഴ്ചയാണ്. അങ്ങനെ VS-നെ ഒരു നോക്ക് കാണാൻ എത്രയോ സമയമായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ സഖാക്കൾ. ഒരു കുട്ടിയൊക്കെ ഇങ്ങനെ പാർട്ടിയുടെ ഡ്രസ്സൊക്കെ ധരിച്ച് നിൽക്കുന്നുണ്ട്. പാർട്ടി VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനൊക്കെയായി എത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ. എങ്ങനെയാണ് VS-നെ ഓർക്കുന്നത്? എങ്ങനെയാണ് VS-നെ ഓർക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഒരു പാർട്ടിയുടെ ഭാഗത്ത് നമ്മൾ ഈ പാർട്ടിയിലോട്ട് വരുമ്പം തന്നെ ഉള്ള ഒരു വലിയൊരു നേതാവായിരുന്നു. ആ പുള്ളിയിലൊരു ആർജവം കണ്ടിട്ടൊക്കെയാണ് നമ്മൾ ഈ പാർട്ടിയായിട്ട് വളരെ സജീവമായിട്ട് ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തനം തുടങ്ങിയത് തന്നെ. നമ്മളെ കുട്ടിക്കാലം ഇത്രയും കഴിവിട്ടൊരു നേതാവൊന്നും നമുക്കിനി നമ്മളെ ഓർമ്മകളിൽ പോലും നിറഞ്ഞു നിൽക്കും. എപ്പോഴും ഇത്രയും കഴിവിട്ടൊരു നേതാവിനെ നമ്മളെ ഈ പ്രായത്തിലേ കണ്ടിട്ടില്ല. മൂന്നാറിലെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തതും അതൊക്കെ ഒരു നേതാവിനെ കൊണ്ടും കേരളത്തിൽ സാധിക്കാത്തൊരു സംവിധാനമായിരുന്നു.
2019 വി എസിനെ അവസാനമായി ഒരു പൊതുപരിപാടിക്ക് കാണുന്നത്. അതിനുശേഷം വി എസ് എന്ന നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന, നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഒരു ശബ്ദം, അത് ആ മുഖം ഒക്കെ മലയാളിക്ക് മിസ്സിംഗ് ആണ് എന്ന് പറയാം, മിസ്സാണ്. അത് 6 വർഷത്തിന് ശേഷമാണ്. എന്തായാലും കഴക്കൂട്ടത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ല. നേരത്തെ അർജുൻ തന്നെ പറഞ്ഞു, സേതു, കഴക്കൂട്ടത്ത് വലിയ ജനാവലിയാണ് കാത്തു നിൽക്കുന്നത്. അപ്പോൾ 10-12 കിലോമീറ്ററാണ് കഴക്കൂട്ടത്തേക്ക് നഗരത്തിൽ നിന്നുള്ളത്. അത്രയും ദൂരം ഈ 2-3 മണിക്കൂർ പിന്നിട്ട് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. ഇനിയിപ്പോൾ നമുക്ക് വിചാരിക്കാവുന്നത് ഈ ഇരുട്ട് വീട് കഴിയുമ്പോഴൊക്കെ അങ്ങനെ പിരിഞ്ഞു പോകുന്നവരല്ല ഈ പാർട്ടി പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ അവരെങ്ങനെ ഇത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും ആവില്ല. എന്തായാലും വലിയ ജനാവലി തന്നെയാണ് വി എസ് അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ ആളുകളും ഏതാണ്ട് ഓരോ പോയിന്റിൽ നിന്നുള്ള ആളുകൾ ഏതാണ്ട് അടുത്ത പോയിന്റ് വരെയെങ്കിലും ആ വിലാപയാത്ര ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നത് റോഡ് നിറഞ്ഞു നിൽക്കുകയാണ്. റോഡ് നിറഞ്ഞ് ആൾക്കൂട്ടമാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ മൃതദേഹം SIT ആശുപത്രിയിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അണികൾ വിളിച്ച മുദ്രാവാക്യം അത് ഇപ്പോഴും അത് തുടരുന്നുണ്ട്. VS ഇപ്പോൾ ചലനമറ്റ് കിടക്കുകയാണെങ്കിലും VSന്റെ ഭൗതിക ശരീരം പക്ഷേ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുകയാണല്ലോ.